ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അരിയും ചെറുപയറും കൊണ്ടൊരു പായസമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനത്തിന് തയ്യാറാക്കി തരുന്ന പായസമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇവിടെ ഞാൻ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര പാനി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാനുള്ളത്. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു ഉരുളി എടുത്ത് വെച്ച് കൊടുക്കാം. എനിക്ക് തേങ്ങ വറുക്കുന്നത് എടുക്കാൻ പറ്റിയില്ല, സോറി, എല്ലാവരും ക്ഷമിക്കണം. ഞാനിവിടെ 1 സ്പൂൺ നെയ്യും 2 സ്പൂൺ തേങ്ങയുമാണ് വറുത്തെടുത്തിരിക്കുന്നത്. കൊട്ടത്തേങ്ങയാണ്. അതും കൂടി നമുക്ക് കോരിയെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് പയറുമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന പയറാണ്. ഞാനിവിടെ അരിയും പയറും ഒരുമിച്ചിട്ടാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഒരു 1/2 മണിക്കൂറോളം കുതിർത്തെടുക്കണം. അപ്പം പെട്ടെന്ന് വെന്ത് വരാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വേറൊരു ബൗളിലേക്ക് പയറെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിയും പയറും നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്ന വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 4-5 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് വെള്ളം കൂടി അതിനകത്ത് തന്നെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഒരുപാട് മണ്ണും പൊടിയും അതിനകത്തുണ്ട്. അതുകൊണ്ട് അരിച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. എല്ലാവരും ഈ പായസം തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ആ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് പായസം തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ഒരു തേങ്ങ ഫുള്ളും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് 3-ാം പാല്. 1 ഗ്ലാസോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി ഇപ്പോൾ ഇവിടെ പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3/4 ഗ്ലാസ് 2-ാം പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ അരിയും പയറും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഒന്നാം പാൽ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഈ പായസം തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടാവുന്ന ഒരു പായസമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു വയണയില ചേർത്ത് കൊടുക്കാം. വയണയില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം മണമാണ്. അതുമല്ല ഈ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വയണയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ മുത്തശ്ശിയൊക്കെ പായസം തയ്യാറാക്കി തരുമ്പോൾ അതിനകത്ത് വയണയില ഇട്ടാണ് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വയണയില ഇടുന്നത്. സ്കൂളിലൊന്നും വയണയില ഇട്ടല്ല പായസം ഉണ്ടാക്കി തരുന്നത്. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ അതൊന്നും ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും പായസം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.